എല്ലാവരും മെട്രോയെ ആശ്രയിക്കുന്ന വളരെ ചീപ്പായിട്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെയെല്ലാം മെട്രോ ഓടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മെട്രോയിനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ശരിക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു മെട്രോ തന്നെയാണ് ബാംഗ്ലൂർ മെട്രോ എന്ന് പറയുന്നത്. നമുക്കതിലും കൂടുതൽ കാഴ്ചകളിലേക്ക് പോകും. ರೈಲು ಈಗ ಲಾಲ್ ಬಾಗ್ಗೆ ತಲುಪಲಿದೆ. ಬಾಗಿಲುಗಳು ಎಡಕ್ಕೆ ತೆರೆಯಲಿವೆ. ರೈಲು ಇಳಿಯುವ ಮುನ್ನ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಇರುವ ಅಂತರದ ಬಗ್ಗೆ ಗಮನವಿರಲಿ. Train will arrive in Lal Bagh and doors will open on the left. Please mind the gap while deboarding. തിരക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്ക് എത്രയധികം ആൾക്കാരാണ് ഈ മെട്രോയിലൂടെ സഞ്ചരിക്കുന്നുള്ളത്. നമ്മളിപ്പോൾ ലാൽബാഗിലാണ് വന്നിരിക്കുന്നത്. ലാൽബാഗിൽ ഇവിടെ ഒരു വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ്. നമ്മൾ അതിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഗാർഡനായ ബൊട്ടാനിക്കൽ ഗാർഡനായ ലാൽബാഗിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലാൽബാഗിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഏറ്റവും തിരക്കുള്ള ഏരിയയിൽ തന്നെയാണ് ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മജസ്റ്റിക്കിൽ നിന്ന് നമുക്ക് വളരെ അടുത്ത സ്റ്റേഷനാണ് ലാൽബാഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അടുത്തുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് ലാൽബാഗിലെ റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. പൂക്കളെല്ലാം ആയി വരുന്നുള്ളൂ. അതിനെല്ലാം ഒരു സീസണുണ്ട്. പൂക്കളെല്ലാം വളരെ കുറവാണ്.
നമ്മള് ലാൽബാഗിലെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഹൗസിന്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇവിടെയാണ് ഫ്ലവർ ഷോ എല്ലാം നടക്കുന്ന ലാൽബാഗിന്റെ ഗ്ലാസ് ഹൗസ് ആണ് ഇത്. അത് അടുത്ത മാസമാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായി സജ്ജീകരിച്ച ഗ്ലാസ് ഹൗസ് ആണിത്. ഇതിനോട് ചുറ്റും വളരെയധികം ഗാർഡനുകളുണ്ട്. നമുക്ക് മുമ്പ് കണ്ടതുപോലുള്ള മരങ്ങളും വളരെ നല്ലൊരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ് ലാൽബാഗ് എന്ന് പറയുന്നത്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലാൽബാഗിന്റെ നടുക്കുള്ള തടാകമാണ്. ഈ തടാകത്തിന് ചുറ്റുമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ മരങ്ങൾ തന്നെയാണ്. വലിയ മരങ്ങൾ, വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അതുതന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയമാണ്. ഓരോ മരത്തിന്റെയൊക്കെ സൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. മരങ്ങളെല്ലാം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം വളരെ തണുത്ത ക്ലൈമറ്റാണ്. വളരെയധികം ചൂട് കുറഞ്ഞ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് മരങ്ങളെല്ലാം വളരെ നന്നായി വളരുന്നത്. നമ്മളിപ്പോൾ ലാൽബാഗിൽ നിന്ന് വിധാൻ സൗധ വന്നിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വിധാൻ സൗധ എന്ന് പറയുന്നത്. ലാൽബാഗിൽ നിന്ന് മെട്രോയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മജസ്റ്റിക്കിൽ വന്നിട്ട് അവിടെ നിന്ന് വിധാൻ സൗധയിൽ വരുവാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തുവാനായിട്ട് കഴിയും. ഒറ്റ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലാൽബാഗിൽ നിന്ന് വിധാൻ സൗധ വരെ വരുവാനായിട്ട് കാണും. ഭരണശിലാകേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ബാംഗ്ലൂരിൻ്റെ ഭരണശിലാകേന്ദ്രമാണ് ഇത്. വിധാൻ സൗധ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കതിന് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇതാണ് വിധാൻ സൗധയുടെ ഫ്രണ്ട് വശമാണ്. വിധാൻ സൗധയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈക്കോർട്ടും. അതും വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വരുന്നവർക്ക് മനം കുളിർക്കെ കാണുന്നതിനുള്ള ഒരു കാഴ്ചയോടെയാണ് ഹൈക്കോർട്ടും വിധാൻ സൗധയും. അതിനോടടുത്ത് തന്നെയാണ് നമുക്ക് കബ്ബൺ പാർക്കുണ്ട്. അതും നല്ലൊരു പാർക്കാണ്. അതിനോട് തന്നെ വിശ്വേശ്വരയ്യ മ്യൂസിയമുണ്ട്. മ്യൂസിയം ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. നമുക്ക് സമയക്കുറവ് കാരണം കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കൂടുതലും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് വിശ്വേശ്വരയ്യ മ്യൂസിയം എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് കബ്ബൺ പാർക്കും വരിക. അതും ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിധാൻ സൗധയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഈ 3-4 കാര്യങ്ങളാണ്. ഒന്ന് വിധാൻ സൗധ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹൈക്കോർട്ട്, അതിനോട് അപ്പർ സൈഡിലായിട്ട് വരും വിശ്വേശ്വരയ്യ മ്യൂസിയം എന്ന് പറയും. അതിൻ്റെ കുറച്ച് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കബ്ബൺ പാർക്കിലും ചെല്ലുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയുന്നത്.
Bangalore. ഇതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ സ്റ്റേഷനാണ്. ഇവിടെയാണ് 1962. कर्नाटका राजभवन. इधर अंदर गवर्नर रहते हैं. वो गवर्नर आके मध्य प्रदेश वाले. ഇതാണ് കർണാടക രാജ്ഭവനാണ്. ഗവർണറുടെ വസതിയാണ് ഇവിടെ. ഇതാണ് രാജ്ഭവൻ എന്നറിയപ്പെടുന്നത്. പ്ലാനറ്റോറിയം. ഇവിടെ പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നു. നെഹ്റു ജവഹർലാൽ നെഹ്റു ഇതാണ് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം ആണ്. ഇവിടെ വന്ന് 2 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. ഇത് MLA-മാരുടെ ക്വാർട്ടേഴ്സാണ് കാണുന്നത്. വിധാനസൗധയിലേക്ക് പോകുന്നതിനുള്ള അടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ. ഇതാണ് റേസ് കോഴ്സാണ്. ഇവിടെ കുതിരകളുടെ റേസ് എല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഏകദേശം 150 ഏക്കറോളം വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതാണ് റേസ് കോഴ്സ് റോഡ് എന്ന് പറയുന്ന റോഡാണിത്. അതിനോട് ചേർന്നാണ് റേസ് കോഴ്സ് ബാംഗ്ലൂർ ടഫ് ക്ലബ്. അതാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ബാംഗ്ലൂർ പാലസിലാണ് എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ബാംഗ്ലൂർ പാലസ് സ്ഥിതി ചെയ്തത്. നമുക്ക് അവിടെ നിന്ന് ഓട്ടോയിൽ വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂർ പാലസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് 240 രൂപയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും ഇവിടെ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളിൽ ക്യാമറയായിട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമാണുള്ളത്. ഏതായാലും നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം.